നമസ്കാരം. നമ്മളെ സർവീസ് ഷോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. സുഭാഷിതം ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റൊരു ചാനലുണ്ട്. അത് നിങ്ങൾ ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. വേണമെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ ലിങ്ക് കൊടുക്കാം. സുഭാഷിതം ചാനലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഗ്ലോബൽ മലയാളി ന്യൂസ് ഉണ്ട്. ഇത് രണ്ടിലും ഞങ്ങൾ സർവീസ് മേഖലയെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. ഞങ്ങൾ സർവീസ് കൺസൾട്ടൻറ്റുമാർ ഞങ്ങൾക്കൊരു ടീമുണ്ട്. അവരിൽ നിന്നും പിന്നെ ഗവൺമെൻറ്റിൽ നിന്നും പല സോഴ്സിൽ നിന്നും സാറ്റലൈറ്റ് ചാനൽ, പത്രങ്ങൾ, പല സ്രോതസ്സുകളിൽ നിന്നിട്ടാണ് വിവരങ്ങൾ ചെയ്യുന്നത്. അതിൽ വരുന്ന വിവരങ്ങളിൽ ഒരു ആധികാരികതയോ ഒരു ഡേറ്റിൻ്റെ പ്രശ്നമോ ഒരു ഡേറ്റയുടെ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾക്ക് മൊബൈൽ വഴി ഞങ്ങളെ അറിയിക്കാം, വാട്സപ്പ് വഴി അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് താഴോട്ടിടാം. പക്ഷേ അതിന് പകരം കുറച്ച് പേരെങ്കിലും വന്നിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇത് ചെയ്യുന്ന കളവ അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ പ്രായം എത്രയാണെന്നും സമൂഹത്തിനെല്ലാം എന്നെ അറിയാം, അതുകൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മുട്ട കിട്ട കിളവൻ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ബാഡ് കമൻ്റ് ഇടുന്നത്. അതൊക്കെ ഇടുന്ന ആളിൻ്റെ സംസ്കാരമാണ് നമ്മൾ. എന്നാൽ 100 കമൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ 50 കമൻറ്റ് വരുമ്പോൾ 49 അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റാണ് വരുന്നത്. പക്ഷേ ഒരെണ്ണമെങ്കിലും ഒരു വികാരം അതിനകത്ത് വരുന്നുണ്ട്. എനിക്കൊരു പരാതിയില്ല, നിങ്ങൾ എന്ത് വേണോ ഇട്ടോളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മെരിറ്റിനെ, ഇതിൻ്റെ സ്പിരിറ്റിനെ നിങ്ങൾ കളയരുത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ സർവീസ് കൺസൾട്ടൻസി ഉണ്ട്. അത് ഞങ്ങൾ കൂടെ കുറേ കൺസൾട്ടൻറ്റുമാരുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ ഫീസ് കൊടുക്കണം. ചെറിയ നോമിനൽ ഫീസുകളേ ഉള്ളൂ. ഫീസ് കൊടുക്കണം. എങ്കിൽ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നോട് ഇപ്പോൾ ഞാൻ പിന്നെ ഈ സാലറി കാര്യങ്ങൾ, പെൻഷൻ കാര്യങ്ങൾ, പെൻഷൻ പരിഷ്കരണം പോലെ അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ, DA പോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ പലരും വന്ന് ചോദിച്ചൊരു കാര്യമാണ്, സാർ ലീവ് സറണ്ടറിൻ്റെ ഒരു സിദ്ധാന്തം എന്താണ് അതിൽ ഞങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലീവ് സറണ്ടർ തരുന്നില്ല, ഇത് റൈറ്റ് ആണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സർക്കാർ തരുന്ന ഒരു കരുണയാണോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടും ഇൻബോക്സിലും വന്നിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ സുഭാഷിതം ചാനൽ കൂടി നിങ്ങൾ കാണണം. അതിനകത്ത് ഇത് കൃത്യമായി ഇതിൻ്റെ ചരിത്രവും വികാസവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ചാനലും ഒരു ടീം തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പറയുന്നതിൻ്റെ ഒരു ക്രോണോളജി ഓർഡറോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ കണ്ടൻ്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ സെയിം വിഷയമാണെങ്കിൽ മറ്റൊരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. 10 കാരണങ്ങൾ കൊണ്ടാണ് സർക്കാരിൽ ഈ ലീവ് സറണ്ടർ പിടിച്ചു വയ്ക്കുന്നത്. അങ്ങനെ പിടിച്ചു വയ്ക്കാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സർക്കാരിന് കഴിയും എന്നുള്ളതാണ് പിന്നെ പറയുന്ന റൂൾ 106(1) പറയുന്നത്. KSRൻ്റെ റൂൾ 106 പാർട്ട് 1 റൂൾ 106 1 പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ തന്നെ ഞാനങ്ങ് വായിക്കാം. ഏൺഡ് ലീവ് എ മെമ്പർ ഓഫ് സർവീസ് ഹാസ് ഏൺഡ് ഷാൽ ബി അഡ്മിസിബിൾ. ഒരാളിന് അത് കിട്ടും, അത് അഡ്മിസിബിളാണ്, കിട്ടുന്നതാണ്. ടു ബി സറണ്ടേഡ്, അത് സറണ്ടർ ചെയ്യാനും പറ്റും. സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ പ്രിസ്ക്രൈബ് ബൈ ഗവൺമെൻറ് പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് മേ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ്, ഗവൺമെൻറ്റിന് ഇടയ്ക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഡേയ്സ്, ഒക്കേഷൻസ് ആൻഡ് ദ ടൈം ഓഫ് സറണ്ടർ, എപ്പോൾ കൊടുക്കണമെന്നുള്ള കാര്യത്തിലും എത്ര ദിവസം കൊടുക്കണമെന്നുള്ള കാര്യത്തിലും ഗവൺമെൻറ്റിന് ഒരു കൺട്രോൾ വയ്ക്കാം. ആ ഒരു ക്ലോസ് എടുത്തിട്ടാണ് AK ആൻ്റണി 30 ദിവസം എന്നുള്ളത് 10 ദിവസമാക്കി. പിന്നെ അത് സമരമൊക്കെ വന്നപ്പോൾ 20 ദിവസമാക്കി. പിന്നെ അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ അത് 30 ദിവസമാക്കി. ഈ 30 ദിവസം വരുന്നതിൻ്റെ തിയറി എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ നിയമം അനുസരിച്ച് 11 ദിവസം ജോലി ചെയ്താൽ 1 ദിവസം ലീവ് കൊടുക്കണം ശമ്പളത്തോടു കൂടി. അങ്ങനെ ഒരു വർഷം 33 ദിവസം കണക്കാക്കുകയും 30 ദിവസത്തെ സറണ്ടർ ചെയ്യാൻ കണക്കാക്കുകയും അത് വർഷാവസാനം ചില സ്ഥാപനങ്ങളിൽ 1 വർഷത്തിൽ കൊടുക്കും. കറക്റ്റ് സ്ട്രിക്റ്റ് സെൻസ് പറഞ്ഞ് 2 വർഷത്തിലൊരിക്കലാണ് കൊടുക്കുന്നത്. 2 വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിന് ഗവൺമെൻറ് എംപ്ലോയി മേ സറണ്ടർ 30 days ഓഫ് ഏൺഡ് ലീവ് ഓൺസ് ഇൻ 2 years എന്നാണ് സർവീസിൽ ബുക്കിൽ കിടക്കുന്നത്. അപ്പൻഡിക്സ് 212A പാരാ 3 ആണ്. ഇനി ചില സ്ഥലങ്ങളിൽ 1 വർഷത്തിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും സറണ്ടർ ചെയ്തു. പക്ഷേ അപ്പോൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റിലേക്ക് പോകും. 300 ദിവസമേ നമുക്ക് അവസാനം പെൻഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ 300-ൽ കൂടുതൽ ദിവസങ്ങളുണ്ടല്ലോ, അത് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. അത് സറണ്ടർ ചെയ്ത് വിൽക്കുക എന്നാണ്, ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ ലീവ് വിൽക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ ലീവ് വിൽക്കുമ്പോൾ ഗവൺമെൻറ് അതിന് പൈസ തരും. എപ്പോഴാണോ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് ആ ഡേറ്റിലെ പേ സ്കെയിലും DA അനുസരിച്ചുള്ള പൈസയും കിട്ടുന്നത്. അപ്പോൾ കുറേശ്ശെ കൂട്ടി വെച്ചിട്ട് നല്ലൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ പൈസ എടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവസാനമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുക. ഏൺഡ് ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കുറച്ച് മാത്രമേ സറണ്ടർ ചെയ്യാൻ പറ്റൂ. ഇതിനകത്തുള്ള ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കൂടുതൽ വിശദമായിട്ട് കാണാൻ നിങ്ങൾ സുഭാഷിതം വീഡിയോ കാണണം. പാർട്ട് അപ്പൻഡിക്സ് 12A പറയുന്നത് ദ ക്യാഷ് ഇക്വിവാലന്റ് ഷാൽ കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പേ ആൻഡ് DA അഡ്മിസിബിൾ ഓൺ ദ ഡേറ്റ് ഓഫ് സർവീസ്. ഡേറ്റ് ഓഫ് സറണ്ടർ എന്നാണോ സറണ്ടർ ചെയ്യുന്ന ആ ഡേറ്റിനനുസരിച്ചുള്ള പൈസ കിട്ടും. ദ സാങ്ഷനിങ് അതോറിറ്റി ഷാൽ അലൗ സറണ്ടർ ഇഫ് ദ എംപ്ലോയി ഈസ് എലിജിബിൾ ആയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു എംപ്ലോയി എലിജിബിൾ അല്ലാത്ത സാഹചര്യം വരുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതെപ്പോഴാണ് ഇത് കിട്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, സർക്കാരിന് 10 കാരണങ്ങൾ കൊണ്ടാണ് സർക്കാരിന് പണമില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാർ പറയും, ട്രഷറി പറയും,
ശമ്പളം ആദ്യം കൊടുക്കുക, പിന്നെ പെൻഷൻ കൊടുക്കുക, പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുക, പിന്നെ DA കൊടുക്കുക, പിന്നെ ഏൺഡ് ലീവ് കൊടുക്കുക, പിന്നെ മറ്റെന്തെങ്കിലും കൊടുക്കുക. ഇത് സെപ്പറേറ്റ് ഫണ്ടൊന്നുമില്ല. ഇത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല, ഒരു കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. 1970 ഒരു ഓർഡറുണ്ട്, GOP 153/70 ഫിനാൻസ് 21/2/1970 ഒരു നിയമം അനുസരിച്ചാണ്, ഒരു ഉത്തരവനുസരിച്ചാണ് ഇത് പോകുന്നത്. GOP 65/2007 ഫിനാൻസ് 28/2/2007 പിന്നെ 10, 9, 10 പേ റിവിഷനിലും കമ്മിറ്റിയിലുമൊക്കെ ഇത് വന്നിരുന്നു. പക്ഷേ 2018 മുതൽ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കോവിഡ് കാലത്തും പ്രളയകാലത്തും, അല്ലാതെ ഇപ്പോഴും കുറച്ച് കൊടുക്കാൻ ഉണ്ട്. ട്രഷറിയിൽ കൺട്രോൾ വയ്ക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ 5 ഐറ്റത്തിൽ ഇത് കൺട്രോൾ വയ്ക്കും. സ്പാർക്കിൽ പ്രശ്നങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുടെ സ്പാർക്കിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റയിൽ പ്രശ്നമുണ്ടെങ്കിൽ കൊടുക്കില്ല. ആഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കത്തില്ല. LWA ലീവ് വിത്തൗട്ട് അലവൻസ് ക്ലിയർ അല്ലെങ്കിൽ കൊടുക്കത്തില്ല. സറണ്ടർ ചെയ്യുന്ന റിക്വസ്റ്റിൻ്റെ ഓവർലാപ്പ് ഒരുപാടുണ്ടെങ്കിൽ കൊടുക്കത്തില്ല. സംശയങ്ങളുണ്ടെങ്കിൽ കൊടുക്കത്തില്ല. റിട്ടയർമെൻറ്റ് പ്ലീ ക്രോഷറായിട്ടുള്ള ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ അല്ലെങ്കിൽ ഇത് ലീവ് കിട്ടത്തില്ല. സ്റ്റേ ഓർഡർ എന്തെങ്കിലും കോർട്ടിൽ നിന്നോ സർക്കാരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ സ്റ്റേ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം. സാലറി ബില്ലിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കിയേ കൊടുക്കത്തുള്ളൂ. കോവിഡ് കാലത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ്. എന്തായാലും ഏൺഡ് ലീവ് എന്ന് പറയുന്നത്, സറണ്ടർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇൻ്റർനാഷണൽ ലേബർ നിയമം അനുസരിച്ച് 11 ദിവസം ജോലി ചെയ്താൽ 1 ദിവസം ശമ്പളത്തോടു കൂടിയ ലീവ്, അങ്ങനെ 33 ദിവസം 1 വർഷം. അതിൽ 30 ദിവസം നമുക്ക് സറണ്ടർ ചെയ്യാം. അപ്പോൾ സറണ്ടർ ചെയ്യുന്നത് വർഷത്തിൽ സറണ്ടർ ചെയ്യുന്ന കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്രെഡിറ്റിലേക്ക് പോകും. അങ്ങനെ ക്രെഡിറ്റിൽ പോകുന്നതിൻ്റെ 300 ദിവസം നമുക്ക് അവസാനം പെൻഷൻ പറ്റുമ്പോൾ സറണ്ടർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർവീസ് കൺസൾട്ടൻറ്റുമാരെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ പോസ്റ്ററും ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നതാണ്.